ഓണം പടിവാതിലിലെത്തിയിട്ടും നെല്ലിന് വില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പൊന്നാനി കോൾ സംരക്ഷണ സമിതി ഉത്രാട നാളിൽ പട്ടിണി സമരത്തിലേക്ക്. കോൾ പാടങ്ങളിലെ കർഷകരുടെ ദുരിതം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് എടപ്പാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സമിതി നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. സെപ്റ്റംബർ 4 വ്യാഴാഴ്ച ചങ്ങരംകുളത്താണ് പ്രതിഷേധ സമരം നിശ്ചയിച്ചിരിക്കുന്നത്. നെല്ല് സംഭരിച്ച് മാസങ്ങളായിട്ടും പണം നൽകാത്ത സർക്കാർ നിലപാടിൽ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്ന സപ്ലൈകോ വായ്പയായിട്ടാണ് തുക അനുവദിക്കുന്നത്. എന്നാൽ ആ തുക പോലും കൃത്യമായി ലഭിക്കാത്തത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കി. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ല് അരിയായി വിൽക്കുമ്പോൾ പണം ഈടാക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട തുക കുടിശ്ശികയായി തുടരുന്നത് ഖേദകരമാണെന്ന് സമിതി ജനറൽ സെക്രട്ടറി ജയാനന്ദൻ പറഞ്ഞു. പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ കർഷകരുടെ ദുരിതം ചൂണ്ടിക്കാട്ടി ഇതിനോടകം 7ഓളം സമരങ്ങൾ നടത്തിയിട്ടും സർക്കാർ അനങ്ങിയില്ല. ഓണത്തിനു മുൻപെങ്കിലും കുടിശ്ശിക തീർക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പിൽ കർഷകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷ അസ്ഥാനത്തായ സാഹചര്യത്തിലാണ് പട്ടിണി സമരമല്ലാതെ മറ്റു വഴികളില്ലെന്ന് കർഷകർക്ക് മനസ്സിലായത്. കർഷകന്റെ നട്ടെല്ല് ഒടിഞ്ഞിരിക്കുകയാണ്. സമിതി പ്രസിഡന്റ് വേലായുധൻ മാസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ പ്രയത്നത്തിന് ഫലം ലഭിക്കേണ്ട സമയത്ത് അത് ലഭിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം കാരണം വിളവ് കുറവായ ദുരിതത്തിൽ അതിന്റെ പ്രതിഫലം പോലും ലഭിക്കാത്തത് കൂടുതൽ വേദനാജനകമാണ്. ന്യായമായ വില, സമയബന്ധിതമായി പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ അല്ല. തങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് സമയബന്ധിതമായി ന്യായമായ വില ലഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യമെന്ന് ട്രഷറർ കരുണാകരൻ വ്യക്തമാക്കി. കൃഷി ചെയ്യുന്നതിനൊപ്പം സമരം ചെയ്യേണ്ടി വരുന്നത് കർഷകരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. സർക്കാർ നെല്ല് സംഭരിച്ചാൽ 1 മാസത്തിനകം പണം നൽകുന്ന സ്ഥിതിയുണ്ടാകണം. അല്ലാത്ത പക്ഷം കൃഷിയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് തുക ലഭിക്കാനുണ്ടെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം തങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബം പട്ടിണിയിലാക്കുമെന്നും വൈസ് പ്രസിഡന്റ് സതീശൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഓണത്തിന്റെ തലേദിവസം പട്ടിണി സമരം നടത്താൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെല്ലിന്റെ അടിസ്ഥാന വില കുറഞ്ഞത് 35 രൂപയെങ്കിലും ആക്കണമെന്നും സമിതി എക്സിക്യൂട്ടീവ് ഉമ്മർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പൊന്നാനി കോൾ സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളായ ജയാനന്ദൻ, വേലായുധൻ മാസ്റ്റർ, NK സതീശൻ, VV കരുണാകരൻ, ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.